ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? ഇന്നൊരു അടിപൊളി ടർക്കിഷ് റൈസാണ് കാണിക്കുന്നത് കേട്ടോ. ബീഫ് പിലാഫ് എന്നാണ് പറയുക നമ്മളെ ഭാഷ പറയുകയാണെങ്കിൽ ബീഫ് പുലാവ്. അടിപൊളിയാണ്. നമ്മളെ ഇന്ത്യൻ സ്പൈസസ് ഒന്നും ഇല്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മന്തിനൊക്കെ വെല്ലുന്ന ടേസ്റ്റാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്തായാലും. ഇത് അവരെ ഈ ടർക്കിഷ് കല്യാണങ്ങളിലൊക്കെ വിളമ്പുന്ന ഒരു സ്പെഷ്യൽ റൈസാണ്. നമ്മൾ പെട്ടെന്ന് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അത് ആദ്യം തന്നെ ഞാനിവിടെ വലിയൊരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ 2 കിലോ ബീഫാണ് ഞാൻ എടുത്തത്. ഇങ്ങനെ എല്ലോട് കൂടിയുള്ള ബീഫാണ് കേട്ടോ. അപ്പോൾ നല്ല ഫാറ്റൊക്കെ ഉള്ള ആ ഒരു ടൈപ്പിലുള്ള ബീഫാണെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. എല്ലോട് കൂടി കുറച്ചൊരു വലിയ പീസായിട്ടാണ് വേണ്ടത്. എന്താ പറയുക, നന്നായി ചെറുതായി പോകരുത്, കുറച്ചൊരു വലുതിൽ. അപ്പോൾ 2 കിലോ ബീഫിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. 2 കിലോ ബീഫ് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്താണ് കേട്ടോ 2 കിലോയിലേക്ക്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂണാണ് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. എനിക്കിവിടെ ആ ഒരു 2 ടീസ്പൂൺ കറക്റ്റാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബീഫ് ഞാൻ കഴുകിയിട്ട് നമ്മൾ ഓട്ടപാത്രത്തിലിട്ടിട്ട് വെള്ളമൊക്കെ വാർത്തിയതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടോ. എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബീഫിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒറിജിനൽ നമ്മൾ വെള്ളം ചേർക്കാണ്ട് എടുക്കുന്ന ആ ഒരു സ്റ്റോക്കാണ് നമുക്ക് കിട്ടേണ്ടത്. ആ ഒരു സ്റ്റോക്കിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതിനിതാ ഒന്ന് തിളച്ചിട്ടുണ്ട്. മൂടി വെച്ചിട്ട് ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചെടുക്കുക. ഞാനിവിടെ അത് അറബിക് സ്റ്റൈലിലുള്ള കുക്കർ ആയതുകൊണ്ട് 1/2 മണിക്കൂറാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതവിടെ നിന്ന് ആവട്ടെ. ഇനിയിപ്പോൾ അത് ഞാൻ എടുത്തത് വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേണ്ടത് ഈ ഒരു പിലാഫ് മസാല പൗഡർ ഉണ്ടാക്കുന്നത്. റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. അത് കിട്ടാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഒരു 3 ഗ്രാമ്പ് എടുത്താണ്. 3 കറുത്ത ഏലക്കായ്. ഇതിന് നിർബന്ധമാണ് കേട്ടോ, കറുത്ത ഏലക്കായ് 3 എണ്ണം. പിന്നെ പച്ച ഒരു സാധാ നമ്മളെ ഏലക്കായ് ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 ഇഞ്ച് കഷ്ണത്തിൽ പട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. 2 പീസായിട്ട് പട്ട എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുരുമുളകാണ്, പൊടിക്കാത്ത കുരുമുളക്. അത് 1 ടീസ്പൂണാണ് എടുത്തത്. പിന്നെ 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി എടുത്തിട്ടുണ്ട്. അത് 1 ടേബിൾ സ്പൂണാണ്. പിന്നെ 1 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം, നമ്മൾ പൊടിക്കാത്ത ചെറിയ നല്ല ജീരകം എന്ന് പറയുന്നത് അതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡ്രൈ ലെമൺ വേണം. ലെമൺ എടുക്കുമ്പോൾ കറുത്തത് എടുക്കാണ്ടിരിക്കുക. അങ്ങനെ ഈ ഒരു കളറിലുള്ള എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചാൽ കറുപ്പ് കളറിലേക്ക് മാറാണ്ട് കിട്ടും. പിന്നെ വേണ്ടത് ബീഫ് സ്റ്റോക്കാണ്. ഇതിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ. ബീഫ് സ്റ്റോക്ക് നമ്മൾ ചിക്കൻ സ്റ്റോക്ക് വാങ്ങണ പോലെ തന്നെ ഇങ്ങനത്തെ ബീഫ് സ്റ്റോക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ പകരങ്ങൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതന്നെ കിട്ടുകയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റ് ഇതാണ്. ഇല്ലയെന്നുണ്ടെങ്കിൽ പകരം ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്താൽ മതി. അങ്ങനത്തെ 2 പാക്കറ്റും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് മാത്രം നമുക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള മസാലകൾ മൊത്തം നമുക്കൊന്ന് വറുത്തെടുക്കണം കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതിയേ. വറുത്തെടുക്കാൻ എന്ന് പറഞ്ഞാൽ ജീരകം ഒന്നും പൊട്ടുന്ന വരെ വെയിറ്റ് ചെയ്യണ്ട. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ അതെല്ലാം കൂടെ ഞാൻ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ കത്തിച്ച് കൊടുത്താണ്. എന്നിട്ട് ഒരു മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയും കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് ഈ ഒരു മസാലയൊക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ ഒന്ന് നന്നായിട്ട് ചൂടായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. നല്ലൊരു സ്മെല്ലും വരും കേട്ടോ അത് വറുക്കുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു പിലാഫിൻ്റെ മസാല എന്ന് പറയുന്നത്. ഈ ഒരു പൊടി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു പൊടിയും നമ്മൾ ഇതിൽ ചേർക്കൂല. അപ്പോൾ അത് കംപ്ലീറ്റ് ഒന്ന് തൊട്ട് നോക്കിയാൽ നല്ല ചൂടുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. ഇതിനിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാനിന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കൂടുതൽ വറുത്ത് പോകും. അപ്പോൾ അതാ ഞാൻ വേറെ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇപ്പോൾ ഞാനത് നന്നായിട്ട് പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മിക്സിയിൽ ഇത്ര പൊടിയെന്നുള്ളൂ കേട്ടോ, കുറഞ്ഞ ക്വാണ്ടിറ്റി ആയതുകൊണ്ടായിരിക്കും ഇത്ര പൊടിയെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിനത്ര പൊടിച്ചെടുക്കാം. ഇനി ഇതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മളിതാ ബീഫ് വേവിക്കാൻ വെച്ചില്ല, അത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടോ, ഇതിലിപ്പോൾ ഒരു തുള്ളി പോലും നമ്മൾ വെള്ളം ചേർത്തിട്ടില്ല. അങ്ങനെ വേവിച്ചിട്ട് തന്നെ ഇത്രയും വെള്ളം ഉണ്ട്. ഈ വെള്ളം നിങ്ങൾ അളന്ന് വെക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ റൈസിലേക്ക് എടുക്കുന്ന വെള്ളത്തിൽ ഈ അളവ് കൂട്ടണം. അപ്പോൾ അത് നന്നായിട്ട് വേവിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചോറ് വെക്കുന്ന വലിയൊരു ചെമ്പെടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഒലിവ് ഓയിലാണ് എടുത്തത്. ഇഷ്ടമുള്ള ഓയിൽ എടുക്കട്ടെ, വെളിച്ചെണ്ണ അല്ലാത്ത ഏത് ഓയിലും എടുക്കുക. 1/4 കപ്പ് ഓയിൽ വെച്ചെടുത്തതിലേക്ക് ഒരു വലിയ സൈസുള്ള ഒരു ഉള്ളിയാണ് എടുത്തത്. കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉള്ളിയാണ്. ചെറുതാണെങ്കിൽ 2 എടുത്തോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഒന്ന് മതി. അപ്പോൾ ഇതാ ആ ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ ഇതാ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയൊക്കെ പച്ചമുളക് ഒന്ന് മാറി കിട്ടണം. അതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു 4 പച്ചമുളക് നമ്മൾ മുറിക്കാണ്ട് മുഴുവനുള്ള ഒരു 4 പച്ചമുളക് ചേർത്ത് കൊടുത്താണ്. പിന്നെ വേണ്ടി നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ബീഫ് സ്റ്റോക്കാണ് കേട്ടോ. 2 പാക്കറ്റാണ് എടുത്തത്. ഒരു പാക്കിൽ 2 എണ്ണം ഉണ്ടാവും. അങ്ങനത്തെ 2 പാക്കറ്റ്. അതിനെ ഒന്ന് മെൽറ്റ് ആകണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ, ചെറിയ തീയിൽ. അപ്പോൾ അതിങ്ങനെ മെൽറ്റ് ആയിക്കോളും. മെൽറ്റായി കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ബീഫ് സ്റ്റോക്ക് തന്നെ ചേർക്കുന്ന സമയത്ത് ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടും കേട്ടോ. കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇതന്നെ വാങ്ങിക്കാൻ വേണ്ടി നോക്കിയാൽ മതി. എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ അത്. ഇനിയിപ്പോൾ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു പൊടി ഇട്ട് കൊടുക്കാം. അത് ഈ ഒരു അളവിലേക്ക് കറക്റ്റാണ് കേട്ടോ. അതിൽ നിന്ന് മാറ്റി വെക്കാനൊന്നുമില്ല. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ വാടുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലാണ് വരിക കേട്ടോ. നല്ലൊരു പ്രത്യേക സ്മെല്ലുണ്ടാവും ഈ സമയത്ത്, നമ്മൾ സ്റ്റോക്കും ഈ ഒരു മസാലയും കൂടെ കൂടിയിട്ട്. ഇനിയിപ്പോൾ ആ ഒരു സ്റ്റോക്ക് വെള്ളം, ബീഫിൻ്റെ സ്റ്റോക്ക് വെള്ളമാണ്, അത് അളന്നതിന് ശേഷം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നുവെച്ചാൽ അരിൻ്റെ
1.5 ഇരട്ടി വെള്ളമാണ് എടുക്കുന്നത്. അപ്പോൾ ആ 1.5 ഇരട്ടിയിൽ ഇത് എത്ര ഉണ്ടെന്ന് നോക്കുക, അതിൻ്റെ ബാക്കിയാണ് വെള്ളം അളന്നെടുക്കേണ്ടത്. ഇപ്പോൾ 2 കപ്പ് റൈസ് എടുക്കുകയാണെങ്കിൽ 3 കപ്പാണ് നമുക്ക് വെള്ളം വേണ്ടത്. അപ്പോൾ അതിലേക്ക് ഈ ഒരു വെള്ളം എത്ര ഉണ്ടെന്ന് നോക്കുക. സ്റ്റോക്ക് 1 കപ്പ് ഉണ്ടെങ്കിൽ ബാക്കി 2 കപ്പേ നമുക്ക് എക്സ്ട്രാ ചൂടുവെള്ളം ചേർക്കേണ്ടിയുള്ളൂ. അങ്ങനെയാണ് കണക്ക് വരുന്നത്. ഇപ്പോൾ ഞാൻ അതിലേക്ക് ബാക്കി തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം സ്റ്റോക്ക് ഇട്ടതുകൊണ്ട് ഉപ്പുണ്ടോ എന്ന് ആദ്യം നോക്കുക കേട്ടോ. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ 1 ടീസ്പൂണും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള മന്തിക്കൊക്കെ എടുക്കുന്ന സെല്ല ബസ്മതി റൈസാണ് ഇട്ടത്. 1.5 കിലോ അരിയാണ് ഞാൻ എടുത്തത്. 2 കിലോ ബീഫും 1.5 കിലോ അരിയാണ് എടുത്തത്. അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബീഫും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് വേവണേ ബീഫ്, നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ നല്ല വലിയ എല്ലൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടെ. അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു മജ്ജയൊക്കെ ഇറങ്ങി വരും. ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ബീഫും ഇതിൻ്റെ സ്റ്റോക്കും എല്ലാം കൂടെ കൂട്ടിയിട്ട് തന്നെയാണ് ഈ ഒരു റൈസ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത്. ഈ സമയത്ത് നിങ്ങൾ ചെക്ക് ചെയ്യുക ഉപ്പൊക്കെ റെഡി അല്ലേ എന്നുള്ളത്. എന്നിട്ട് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ 1/2 മണിക്കൂർ സോക്ക് ചെയ്തതുകൊണ്ടാണ് 1.5 കപ്പ് എന്നുള്ള വെള്ളം എടുത്തത് കേട്ടോ. സോക്ക് ചെയ്യാത്ത അരി എടുക്കുകയാണെങ്കിൽ ഡബിൾ തന്നെ വെള്ളം വേണ്ടി വരും. ഇനി ഇതാ ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ അതാ ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഇളക്കി കൊടുത്തിരുന്നു കേട്ടോ. ഒന്ന് മറിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷമാണ് ഇതിപ്പോൾ തുറന്നത്. അപ്പോൾ അത് റൈസൊക്കെ നല്ല കറക്റ്റ് പാകത്തിൽ വന്നിട്ടുണ്ട്. ആ ഒരു ഇറച്ചിൻ്റെയൊക്കെ എല്ലൊക്കെ കണ്ടില്ല, അതിൻ്റെ ഉള്ളിലുള്ള മജ്ജയൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു റൈസിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അടിപൊളി മണവുമാണ്, അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. മന്തിയൊക്കെ നമുക്ക് പെട്ടെന്ന് അധികം നമുക്ക് കഴിക്കാൻ പറ്റില്ല. കുറച്ച് 2-3 പ്രാവശ്യം കഴിക്കുമ്പോഴത്തേക്കാണ് ഒരു മടുപ്പ് വരുമല്ലോ. ഇത് അങ്ങനത്തെ ഒരു റൈസേ അല്ല, സൂപ്പർ ടേസ്റ്റിയാണ്. ഇത് കഴിച്ചവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മളെ ഇന്ത്യൻ പുലാവല്ല, നല്ല ടർക്കിഷ് റൈസാണ്, സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. ഇതന്നെ മട്ടൺ വെച്ചിട്ടും ചെയ്യുക. ചിക്കനിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ആദ്യം തന്നെ പറഞ്ഞുതരാം. ഒന്നുകിൽ ബീഫ് അല്ലെങ്കിൽ മട്ടൺ, അതാണ് ഇതിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വേഷം എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കുക. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് തന്നെയാണ്. അപ്പോൾ ഇതൊന്നും ഇവിടെ നമുക്ക് വെള്ളിയാഴ്ചത്തെ സ്പെഷ്യലാണ് കേട്ടോ. വെള്ളിയാഴ്ച നമ്മൾ ഉച്ചയ്ക്ക് എന്തായാലും എന്തെങ്കിലും ഒരു സ്പെഷ്യലല്ല ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ തന്നെ എൻ്റെ പെങ്ങളെ 2 മക്കളുണ്ട്, നവാസും നിയാലും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ റൈസ് ഇതാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സൈഡ് ഡിഷ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു മന്തിക്കൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ടൊമാറ്റോൻ്റെ ആ ഒരു സലത്താണ് കേട്ടോ. ആ ടൊമാറ്റോ അതുപോലെ തന്നെ ഉള്ളി, കുറച്ച് പച്ചമുളകും ഉപ്പും ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുള്ള ആ ഒരു ടൊമാറ്റോൻ്റെത്. അത് പിന്നെ ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചതുകൊണ്ടാണ് അതിൽ ഉൾപ്പെടുത്താണ്ടുന്നത്. അപ്പോൾ അതാ ഇനിയിപ്പോൾ വേറെ ഒരു ന്യൂസ് പറയാനുള്ളത്. ഇന്ന് ലാസ്റ്റാണ്. ഇന്ന് രാത്രി ഞാൻ നാട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇനി ഇൻഷാല്ലാ അടുത്ത വീഡിയോ ഒക്കെ വരിക നാട്ടിൽ നിന്നുള്ളതായിരിക്കും. കുറച്ച് പരിപാടി ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നാട്ടിൽ പോവാണ് കുറച്ച് ദിവസത്തേക്ക് കേട്ടോ. അപ്പോൾ എല്ലാവരും ദുആയിലൊക്കെ ഉൾപ്പെടുത്തുക. ഇൻഷാല്ലാ ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.